ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇന്ന് നമ്മൾ 5 പൈസ ചിലവില്ലാതെ ഒരു ലോണ്ടറി ബാസ്ക്കറ്റാണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. ഇത് ലോണ്ടറി ബാസ്ക്കറ്റായും സ്റ്റോറേജ് ബാഗായൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ അവരുടെ ടോയ്സൊക്കെ ഇട്ട് വെക്കാനും ഒക്കെ ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിട്ടുള്ള പഴയ സാരിയോ ബെഡ്ഷീറ്റോ മറ്റോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ ആദ്യമായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 14 ഇഞ്ച് നീളവും 14 ഇഞ്ച് വീതിയുമുള്ള ഒരു പഴയ ന്യൂസ് പേപ്പർ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിതിനെ ഒന്ന് 4ആയിട്ട് നടുമടക്കി എടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് പിൻ ചെയ്തെടുക്കുകയും കൂടി ചെയ്യാം. ഇപ്പോൾ ഇതുപോലെ അളവെടുക്കുന്ന സമയത്ത് നമുക്കൊരു ഭാഗത്ത് 7 ഇഞ്ച് നീളമാണ് കിട്ടുക കേട്ടോ. നമ്മൾ 14 ഇഞ്ചായിരുന്നു ടോട്ടൽ നീളം എടുത്തിട്ടുണ്ടായിരുന്നത്. ശേഷം നമുക്ക് ഒരു സെൻറ്റർ പോയിന്റിൽ നിന്നും ചുറ്റിലേക്കും 7 ഇഞ്ച് വീതം കറക്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കണം. നമ്മൾ സാധാരണ അംബ്രല്ല സ്കേർട്ടൊക്കെ കട്ട് ചെയ്യുമ്പോൾ ചെയ്തെടുക്കില്ലേ, ആ ഒരു രീതിക്ക് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. കറക്റ്റ് ആ ഒരു സെൻറ്റർ പോയിന്റിൽ നിന്നും പുറമേക്കായി 7 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് ആ പോയിന്റുകൾ തമ്മിൽ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കേണ്ടത്. ശേഷം ആ ഒരു ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം. ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് റൗണ്ട് ഷേപ്പിലായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലോണ്ടറി ബാസ്ക്കറ്റിൻ്റെ താഴ്വശത്തുള്ള അളവ്. ഈ ഒരു അളവിൽ നിങ്ങൾക്ക് വ്യത്യാസം വരുത്തിയിട്ട് ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള ലോണ്ടറി ബാസ്ക്കറ്റ് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ലോണ്ടറി ബാസ്ക്കറ്റ് തന്നെയാണ് തയ്യാറാക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫാബ്രിക്കാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഫാബ്രിക് ഒന്ന് സ്റ്റിഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒന്ന് ഫാബ്രിക് ക്വിൽറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള സ്പോഞ്ച് ഷീറ്റാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ക്വിൽറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ സ്പോഞ്ച് ഷീറ്റ് എടുക്കുക. ഇതിപ്പോൾ അധികം കട്ടില്ലാത്ത സ്പോഞ്ച് ഷീറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ മെഷീനിൽ സ്റ്റിച്ച് പിടിക്കുന്നതനുസരിച്ചുള്ള കട്ടിയിലുള്ള സ്പോഞ്ച് ഷീറ്റ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ കൈകൊണ്ടൊക്കെ തയ്യാറാക്കി എടുക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല കട്ടിക്കുള്ള ഫോം ഷീറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മെഷീനിലാണ് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു ഫോം ഷീറ്റ് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ അധികം കട്ടിയില്ലാത്ത നമ്മുടെ സ്പോഞ്ച് ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് രണ്ടും നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ റൈസ് ബാഗ്, അതായത് ചാക്ക് വെച്ചിട്ടും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറ്, ഫ്ലെക്സ്, അതൊക്കെ ഇതുപോലെ നമ്മുടെ ഫാബ്രിക്കിൻ്റെ അകംവശത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്വിൽറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോഴൊക്കെ കുറച്ചൊരു സ്റ്റിഫായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇത് പക്ക നല്ല വടി പോലെ നിൽക്കുന്ന ഒരു സ്റ്റോറേജ് ബാഗോ അല്ലെങ്കിൽ ലോണ്ടറി ബാഗോ അല്ല നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. ഞാനിത് പഴയ സോഫ കവറിൽ നിന്നുമാണ് ഫാബ്രിക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഴയ സാരിയോ മറ്റോ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു പീസ് ഫാബ്രിക് ഇതുപോലെ വിരിച്ചെടുക്കുക. അതിൻ്റെ മുകൾ വശത്തായിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും നീളവും വീതിയിലും ഒരു കഷ്ണം സ്പോഞ്ച് ഷീറ്റ് കട്ട് ചെയ്ത് വെക്കുക. അതിൻ്റെ മുകളിൽ മറ്റൊരു മെയിൻ ഫാബ്രിക് അല്ലെങ്കിൽ ലൈനിങ് പീസ് വെച്ചെടുത്താലും മതി. ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകൾ വശത്തിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ലൈനായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം, ക്രോസ് ഇട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം, ബോക്സ് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമുക്കിതേ ആദ്യം തന്നെ ഞാൻ ഈ ഒരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കാനുള്ള അത്രയും വീതിയിലാണ് ഈ ഒരു ഫാബ്രിക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഞാനിവിടെ ഇത് മൂന്നും തമ്മിലൊന്ന് പിൻ ചെയ്തെടുത്തിട്ടുണ്ട്, ചുറ്റിലൊന്ന് പിൻ ചെയ്തെടുത്തു. ശേഷം ഇതേ ഒരു സൈഡ് വശം ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് വരച്ചെടുക്കാം. ശേഷം ഈ ഒരു ലൈനിൽ നിന്നും അകംവശത്തേക്കായി നമുക്ക് എത്രത്തോളം വീതി വിട്ടിട്ടാണോ ക്വിൽറ്റ് ചെയ്തെടുക്കേണ്ടത് അത്രത്തോളം വീതിയിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 4 ഇഞ്ച് വീതിയിലാണ് ലൈൻസ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണം ഇതുപോലെ ഒന്ന് 4 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് ആ ഒരു ഭാഗം ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ ആക്കി വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല ഭംഗിയിലൊക്കെ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല ഫാബ്രിക്കിൽ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഇത്രത്തോളം ഗ്യാപ്പ് വിടാതെ ഒരു 2 ഇഞ്ച് ഗ്യാപ്പൊക്കെ വിട്ടിട്ട് ഇതുപോലെ ലൈൻസൊക്കെ വരച്ചെടുക്കാം. ഇപ്പോൾ ലൈൻസ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല, ബോക്സ് ആണെങ്കിലും നല്ല ഭംഗി ഉണ്ടാവും. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുമ്പ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ഐക്കാർഡിലും താഴെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കുന്നുണ്ട്, വേണ്ടവർക്ക് കണ്ടു നോക്കാം. നമുക്കിപ്പോൾ വരച്ചെടുത്തിട്ടുള്ള ആ ഒരു ലൈനിൻ്റെ മുകൾ വശത്തിലൂടെ എല്ലാം തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ വരച്ചെടുത്തിട്ടുള്ള എല്ലാ ലൈൻസും സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്, കണ്ടില്ലേ. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ന്യൂസ് പേപ്പറിൻ്റെ അതേ ഷേപ്പിലും അളവിലും നമുക്ക് ഇതിൽ നിന്നും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിവിടെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അരികുവശത്തിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൊട്ടരികുവശത്തിലൂടെ തന്നെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ, നമുക്ക് ഒത്തിരി ഗ്യാപ്പൊന്നും വിട്ട് കൊടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ലോണ്ടറി ബാസ്ക്കറ്റിന് താഴ്വശത്തെ ഈ ഒരു രീതിക്കാണ് നമ്മളിപ്പോൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ചുറ്റളവ് എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്നും കറക്റ്റ് നമുക്കൊന്ന് അളവെടുത്ത് തുടങ്ങണം. അപ്പോൾ ഞാൻ ഈ ഒരു ലൈന് കണക്കായിട്ടാണ് മൊത്തത്തിൽ ഇതുപോലൊന്ന് ടാപ്പ് വെച്ച് നോക്കുന്നത്. എനിക്കിവിടെ കറക്റ്റ് 45.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനോടൊപ്പം 1 ഇഞ്ച് കൂടി നമ്മൾ എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ട് വേണം നമുക്കിതിൻ്റെ മുകൾ വശത്തേക്ക് വെക്കാനുള്ള ഫാബ്രിക് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ആ 1 ഇഞ്ച് എന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിങ് അലവൻസ് ആണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് എല്ലാവർക്കും ഇതേ അളവ് തന്നെ കിട്ടിക്കൊള്ളണം എന്നില്ല കേട്ടോ. നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ഈ ഒരു റൗണ്ടിനനുസരിച്ചിട്ട് ചിലപ്പോൾ അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ 1 ഇഞ്ചിലൊക്കെ വ്യത്യാസം വരാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ കറക്റ്റ് ഒന്ന് റൗണ്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കറക്റ്റ് ഒന്ന് അതിൻ്റെ അളവെടുത്ത് നോക്കൂ. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത്ര നീളത്തിലും വീതിയിലും ഞാനിവിടെ നമ്മുടെ മെയിൻ ഫാബ്രിക് കൂടി ഒന്ന് ക്വിൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതായത് മെയിൻ ബോഡി പീസ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ 46.5 ഇഞ്ച് വീതിയും 23 ഇഞ്ച് നീളമുള്ള ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നീളം എത്ര വേണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. ഞാനിവിടെ 22 ഇഞ്ച് നീളമുള്ള ബാസ്ക്കറ്റാണ് തയ്യാറാക്കി എടുക്കുന്നത്. 1 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസിന് വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകൾ വശം ഞാൻ ക്ലോസ് ചെയ്യുന്ന രീതിക്കാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ 2 ഇഞ്ച് നിങ്ങളിവിടെ കൊടുക്കണം മുകൾ വശം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ടോ. അപ്പോൾ എനിക്കിവിടെ ഇനിയിപ്പോൾ മുകൾ വശത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സെയിം കളർ ഫാബ്രിക് ഇല്ലാത്തത് കാരണം ഞാൻ മറ്റൊരു പീസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഫാബ്രിക്കിൻ്റെ വീതി 46.5 ഇഞ്ചായിരുന്നു. അതേ വീതിയുള്ള ഒരു പീസ് ഫാബ്രിക്കോ അല്ലെങ്കിൽ 2 പീസ് ജോയിൻ ചെയ്തെടുത്തിട്ടുള്ള ഫാബ്രിക്കോ ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ 2 പീസ് തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കുണ്ടല്ലോ ഈ ഒരു ഫാബ്രിക്കിൻ്റെ നീളം എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ പേപ്പറിനെ 4 ആയിട്ട് തന്നെ മടക്കി വെച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഒരു 2 ഇഞ്ചോ 2.5 ഇഞ്ചോ എക്സ്ട്രാ നീളത്തിൽ വേണം നമ്മൾ ഈ ഒരു ഫാബ്രിക്കിൻ്റെ നീളം എടുക്കാൻ. വീതി നമ്മൾ നമ്മുടെ മെയിൻ ബോഡി പീസിൻ്റെ വീതി എത്രയാണോ അതേ വീതിയിൽ തന്നെ വേണം എടുക്കാൻ. ഇനി നമുക്ക് സ്ട്രാപ്പിന് വേണ്ടി 5.5 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നീളം ഞാനിവിടെ 42 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല നീളമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ഇതിൻ്റെ നീളം കുറയ്ക്കാവുന്നതാണ്. ഒരു 30 ഇഞ്ചൊക്കെ എടുത്താൽ മതിയാവും. ഇനി പെട്ടെന്ന് തന്നെ ഇതെല്ലാം തമ്മിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം തന്നെ സ്ട്രാപ്പാണ് തയ്യാറാക്കുന്നത്. ഇരുവശങ്ങളിൽ നിന്നും ഫാബ്രിക് പീസിനെ ഇതുപോലെ കറക്റ്റ് സെൻറ്ററിലേക്കായിട്ടൊന്ന് മടക്കിയെടുക്കുക. അതിന് വീണ്ടും ഒന്നുകൂടി നടുമടക്കിയതിന് ശേഷം ഇതിൻ്റെ അരികുവശം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് രണ്ടാമത്തെ അരികുവശവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ നമ്മുടെ സ്ട്രാപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കണം. ശേഷം നമുക്ക് നമ്മുടെ മെയിൻ ബോഡി പീസിൻ്റെ അരികുവശങ്ങൾ തമ്മിൽ ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അരികുവശങ്ങൾ ഒപ്പത്തിനൊപ്പം വരുന്ന രീതിക്ക് ഇതുപോലെ വെച്ചതിന് ശേഷം 1/2 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് വിട്ട് കൊടുത്തിട്ട് ഈ ഒരു ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിക്കാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. നമ്മളിവിടെ 1/2 ഇഞ്ച് തന്നെ സ്റ്റിച്ചിങ് അലവൻസ് വിട്ട് കൊടുത്താൽ മതി. നമ്മൾ 1 ഇഞ്ചായിരുന്നു ഇവിടെ എക്സ്ട്രാ സ്റ്റിച്ചിങ് അലവൻസിന് വേണ്ടി വിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ശേഷം നമുക്ക് ഈ ഒരു റൗണ്ട് പീസിനെ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഫാബ്രിക്കിൻ്റെ താഴ്വശത്തായിട്ട് വരുന്ന രീതിക്ക് ഒന്ന് പിൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ബാസ്ക്കറ്റിൻ്റെ ഏത് ഭാഗമാണോ താഴ്വശത്തേക്കായിട്ട് വരേണ്ടത് എന്നുള്ളത് കറക്റ്റ് നോക്കിയതിന് ശേഷം വേണം പിൻ ചെയ്തെടുക്കാൻ. ശേഷം ഇതുപോലെ നമുക്ക് ചുറ്റിലും ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് കറക്റ്റ് ഇതിൻ്റെ അരികുവശവും ഷേപ്പൊക്കെ കറക്റ്റ് ലെവലിൽ വെച്ചെടുത്തതിന് ശേഷം ചുറ്റിലൊന്ന് പിൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ പിൻ ചെയ്തതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെയാണെങ്കിൽ ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ മൊത്തത്തിലൊന്ന് പിൻ ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പം നിങ്ങളിപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല, അതായത് ഫാബ്രിക്കിൻ്റെയും ഈ ഒരു റൗണ്ടിൻ്റെയും അളവ് കറക്റ്റ് അളവിലല്ല കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റ് ഇതുപോലെ ഒന്ന് പിൻ ചെയ്തെടുക്കുക. ശേഷം ഈ ഒരു നമ്മുടെ ഈ ഒരു മെയിൻ ബോഡി പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തുള്ള ഫാബ്രിക്ക് ഇതുപോലെ പിൻ ചെയ്തെടുക്കുന്നതിന് മുമ്പ് നമുക്ക് എത്രത്തോളം വീതി വേണം എന്നുള്ളത് നോക്കുക. എന്നിട്ട് ആ ഒരു ഭാഗത്തെ എക്സ്ട്രാ
ഫാബ്രിക് എത്രത്തോളം വരുന്നുണ്ടെന്ന് മാർക്ക് ചെയ്ത് ആ ഒരു ഭാഗത്തിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് എക്സ്ട്രാ പീസ് ഫാബ്രിക്കിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റുകയും കൂടി ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ കറക്റ്റ് അളവാണ് കിട്ടിയിട്ടുള്ളത്. അത് കാരണം ഞാനിവിടെ കറക്റ്റ് ഇതുപോലെ ഒന്ന് പിൻ ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ താഴ്വശത്തിലൂടെ ഒന്ന് ചുറ്റിലും ഒരു 1/2 ഇഞ്ചോളം സ്റ്റിച്ചിങ് അലവൻസ് വിട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഉണ്ടല്ലോ, വീഡിയോ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു പോർഷന് സ്പീഡിൽ കാണിക്കുന്നത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ലെങ്ത്ത് ഒത്തിരി കൂടിപ്പോവും. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിവിടെ ഇതിൻ്റെ താഴ്വശം മൊത്തത്തിലൊന്ന് റൗണ്ട് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാനിവിടെ പിന്നെല്ലാം തന്നെ ഒന്ന് ഊരി മാറ്റുന്നുണ്ട്. ശേഷം ഇതിനെ ഒന്ന് പുറം തിരിച്ച് എടുക്കണം. നല്ല വശം പുറമേക്ക് വരുന്ന രീതിക്ക് വേണം ഇതുപോലെ ഒന്ന് പുറം തിരിച്ചെടുക്കാൻ. ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്ട്രാപ്പ് ഉണ്ടല്ലോ, അതൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എവിടെയാണോ സ്ട്രാപ്പ് വെക്കേണ്ടത് എന്നുള്ളത് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ബാസ്ക്കറ്റിൻ്റെ മുകൾ വശം കറക്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് വിരിച്ചെടുക്കുക. എന്നിട്ട് അതിനെ ഇതുപോലെ ഒന്ന് നടുമടക്കിയതിന് ശേഷം ഇരുവശങ്ങളിലും ആ ഒരു സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം ഇരുവശങ്ങളിലായിട്ട് നമ്മുടെ ഈ ഒരു സ്ട്രാപ്പിൻ്റെ അരികുവശവും നമ്മുടെ ബോഡി പീസിൻ്റെ അരികുവശവും ചേർത്ത് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ സ്റ്റിച്ചിങ് അലവൻസ് വിട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഇതിൻ്റെ മുകൾ വശം ക്ലോസ് ചെയ്യാനുള്ള ഫാബ്രിക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോയിൻ ചെയ്തിട്ടാണ് ഫാബ്രിക് എടുക്കുന്നത്. 2 ഫാബ്രിക് പീസിൻ്റെയും നല്ല വശങ്ങളകത്തേക്ക് വരുന്ന രീതിയിൽ വീതി ഭാഗം ഒരു 1/2 ഇഞ്ചോളം സ്റ്റിച്ചിങ് അലവൻസ് വിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേ രീതിയിൽ അടുത്ത വശവും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു 2.5 ഇഞ്ചോളം മുകൾ വശത്ത് നിന്നും ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് വേണം ഇതുപോലെ അരികുവശം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ശേഷം നമ്മൾ സാധാരണ സ്ലിറ്റിനൊക്കെ ചെയ്തെടുക്കുന്ന പോലെ വേണം ഈ ഒരു ഭാഗത്ത് ചെയ്തെടുക്കാൻ. അതായത് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ശേഷം ഇരുവശങ്ങളിലും ഓപ്പണായി കിടക്കുന്ന ആ ഒരു ഭാഗത്ത് 1/4 ഇഞ്ച് വീതം ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ചുരിദാറിൻ്റെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന അതേ രീതിയിൽ ഇവിടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകൾ വശത്ത് നിന്നും 1 ഇഞ്ച് വീതം ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ചുറ്റിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ എങ്ങനെയാണോ നമ്മൾ ലേഡീസ് പാൻറ്റിൻ്റെ മുകൾ വശമൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് അതേ രീതിയിലാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു രീതിക്കാണ് നമ്മളിവിടെ മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ഫാബ്രിക് പീസ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു ബാസ്ക്കറ്റിനെ ഒന്ന് എടുക്കണം. എന്നിട്ട് ഈ 2 ഫാബ്രിക്കിൻ്റെയും നല്ല വശങ്ങൾ അകം വശത്തേക്ക് വരുന്ന രീതിക്ക് ഇതുപോലെ നമ്മുടെ ഫാബ്രിക് പീസിൻ്റെയും അതുപോലെ ഇപ്പോൾ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഈ ഒരു പീസിൻ്റെയും അരികുവശങ്ങൾ ചേർത്ത് വരുന്ന രീതിയിൽ നമുക്കൊന്ന് പിൻ ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ചിങ് അലവൻസിൻ്റെ ആ ഒരു ഭാഗങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ടാണ് ഞാനിവിടെ പിൻ ചെയ്തെടുക്കുന്നത്. ശേഷം ഇതിന് ചുറ്റിലും നമുക്കൊരു 1/2 ഇഞ്ചോളം സ്റ്റിച്ചിങ് അലവൻസ് വിട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ഈ ഒരു പീസിൻ്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ക്ലോസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫാബ്രിക് പീസ് വെച്ചെടുക്കുന്നത്. ഈ ഒരു പീസിൻ്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ക്രോസ് പീസോ മറ്റോ വെച്ചിട്ട് ഈ ഒരു ഭാഗം ഫിനിഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ബാസ്ക്കറ്റിൻ്റെ മുകൾ വശം നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ചുറ്റിലൊന്ന് പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം ഇതിൻ്റെ മുകൾ വശത്തിലൂടെ ഒരു 1/2 ഇഞ്ചോളം സ്റ്റിച്ചിങ് അലവൻസ് വിട്ട് കൊടുത്തിട്ട് ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചൊരു എക്സ്ട്രാ പീസ് ഫാബ്രിക് വന്നത് കാരണം ഞാൻ ചെറിയൊരു ഞൊറിവ് കൂടി ഇട്ട് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അത്യാവശ്യം നല്ല നീളമുള്ള ഡോരിയാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. ശേഷം നമുക്കിതിൻ്റെ മുകൾ വശത്തിലൂടെ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഗ്യാപ്പിലൂടെ ആ ഡോരി ഒന്ന് സേഫ്റ്റി പിന്നിൻ്റെ സഹായത്തോടു കൂടി ഇട്ട് കൊടുക്കുകയും കൂടി ചെയ്യണം. അപ്പോൾ അതോടുകൂടി ലോണ്ട്രി ബാസ്ക്കറ്റ് തയ്യാറായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ അത്യാവശ്യം ഒരുപാട് തുണികൾ കൊള്ളുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ലോണ്ട്രി ബാസ്ക്കറ്റ് തന്നെയാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഒന്നെങ്കിൽ നമുക്ക് റൂമിൻ്റെ ഏതെങ്കിലും മൂലയ്ക്ക് ഇതുപോലെ തന്നെ വെച്ചെടുക്കാം. അപ്പോൾ തുണികൾ ഒരുപാട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ സ്റ്റിഫായിട്ട് ഇരിക്കത്തുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്താ പറയുക, ഒരു സ്റ്റിഫ്നെസ് ഇല്ലാത്ത രീതിക്കായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഇത് എവിടെയെങ്കിലും ഹാങ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഹാങ്ങിങ്
ലോണ്ടറി ബാസ്ക്കറ്റായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്ട്രാപ്പ് വെച്ചെടുത്തിട്ടുള്ളത്. ഒന്നെങ്കിൽ ഡോറിൻ്റെ പിറകുവശത്ത് ഏതെങ്കിലും കൊളുത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ബെഡിൻ്റെ സൈഡിലുണ്ടാവില്ലേ ഒരു കൈ പോലെ, ആ ഒരു ഭാഗത്തൊക്കെ ഇത് സൈഡിലേക്ക് കാണാത്ത രീതിയിലൊക്കെ ഹാങ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.